ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകളും ആശങ്കകളും. അനന്ത സാധ്യതകളുടെ വിഹായസാണ് AI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനുഷ്യൻ്റെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും കമ്പ്യൂട്ടറിലോ മെഷീനിലോ കൃത്രിമമായി വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സാധാരണയായി മനുഷ്യ മസ്തിഷ്കം മാത്രം ചെയ്തു വന്നിരുന്ന ജോലികൾ ചെയ്യാൻ കഴിവുള്ള സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം അനുഭവത്തിൽ നിന്നും ഡാറ്റയിൽ നിന്നും സ്വയം പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ഈ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത കാലത്താണ് ഇത് കേട്ടിരുന്നെങ്കിലും 1965 മുതൽ ഈ പദം ശാസ്ത്രലോകത്തുണ്ട്. നാം ഇന്ന് ഉപയോഗിക്കുന്ന പല ടൂളുകളും AI ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ടൂളുകളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, അതുപോലെ ഈ യൂട്യൂബിൽ, അതുപോലെ ആമസോൺ, ഇതിലൊക്കെ സെർച്ച് ചെയ്യുന്നത് മനുഷ്യൻ്റെ സംസാരം മനസ്സിലാക്കാൻ കഴിവുള്ള സിരി, അലക്സ പോലുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഉദാഹരണം ടെസ്ല ഇറക്കിയ ഇത്തരം കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൃത്യത, വേഗത, കാര്യക്ഷമത എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സമയത്തെ ലാഭിക്കുന്ന, അതുപോലെ ആവർത്തിച്ചു വരുന്ന വിരസമായ ജോലികൾ വളരെ വേഗത്തിലും കൃത്യതയോടുകൂടിയും യാന്ത്രികമായി, ഓട്ടോമേറ്റീവായിട്ട്, അതും മാനുഷികമായിട്ടുള്ള ഹ്യൂമൻ എറർസ് ഒന്നും വരാത്ത നിലക്ക് അത് ചെയ്യാൻ കഴിയുന്നു. മനുഷ്യരെ പോലെ ക്ഷീണമോ ഉറക്കമോ ഇല്ലാതെ, തടസ്സമില്ലാതെ 24 മണിക്കൂറും വർക്ക് ചെയ്യാനും AI കൊണ്ട് സാധിക്കും. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, വലിയ ഡാറ്റ ശേഖരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് കൃത്യമായ വിവരണങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ ഇത് സഹായിക്കുന്നു. അത് പ്രധാനമായി വക്കീൽ ജോലികളെ സഹായിക്കുന്നു. ഒരുപക്ഷെ അതൊക്കെ റീപ്ലേസ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രധാനമായും 3 മേഖലയായിട്ടാണ് AI വികസിപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് മെച്ചപ്പെട്ട അൽഗോരിതങ്ങളാണ്. രണ്ടാമത്തേത് നെറ്റ്വർക്ക് കമ്പ്യൂട്ടിങ്ങിൻ്റെ വികാസമാണ്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം അളവറ്റ ഡാറ്റ പിടിച്ചെടുക്കാനും ശേഖരിക്കാനുമുള്ള ശേഷി കൈവരിച്ചു എന്നതാണ്. ഇനി AI നേട്ടങ്ങളെയും കോട്ടങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റു ശാസ്ത്ര മേഖലയിലെ കണ്ടുപിടുത്തം പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമുക്ക് ഗുണങ്ങൾ ആദ്യം നോക്കാം. ശാസ്ത്രം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യന് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, വൈദ്യുതി കണ്ടുപിടിച്ചത്, ആധുനിക ഉപകരണങ്ങൾ, നമ്മുടെ ഗാർഹികമായിട്ടുള്ള ജോലികളെ നമുക്ക് എളുപ്പമാക്കി തരുന്ന ഒരുപാട് യന്ത്രങ്ങൾ, അതുപോലെ വാഹന സൗകര്യങ്ങൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ വ്യാപകമായത്, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്. നമുക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങളുണ്ട്, കടലിലായാലും ആകാശയാത്ര ആണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ. അതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. പണ്ട് പ്ലേഗും വസൂരിയൊക്കെ വന്നാൽ കൂട്ടമരണമാണ് സംഭവിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ കാർഷികമായിട്ടുള്ള യന്ത്രങ്ങളും, അതുപോലെ രാസവളങ്ങളും, അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഒക്കെ നമ്മുടെ ഈ ശാസ്ത്രത്തിൻ്റെ നമ്മുടെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യവംശത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതുണ്ട്, ചിലതെല്ലാം ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ, ഓൺലൈൻ പഠനത്തിനും, അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ പണ്ടത്തേക്കാൾ കൂടുതൽ ഫെസിലിറ്റികളുണ്ട് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ നമ്മളെ വാർത്താവിനിമയം, ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന പോഡ്കാസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ശാസ്ത്രത്തിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ ഓൺലൈനിലൂടെ നമ്മളെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സംവിധാനം ചെയ്യുന്നത്, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ എടുത്ത് പറയാവുന്ന ഒരുപാട് നേട്ടങ്ങളിൽ ചില കാര്യങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ അറിയാത്തത് കൊണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും സുനാമി മുന്നറിയിപ്പോ അല്ലെങ്കിൽ കാലാവസ്ഥപരമായിട്ടുള്ള പ്രളയം മറ്റും കാര്യങ്ങളൊക്കെ വരാനോ ഒക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ട് അതെല്ലാം കണ്ടെത്താൻ കഴിയും. അതുപോലെ വ്യക്തിഗത സേവനങ്ങൾ, പേഴ്സണലൈസേഷൻ, ഉപഭോക്താക്കളുടെ മുൻഗണനകൾ, അവർക്ക് എന്താണ് താല്പര്യങ്ങൾ, അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സേവനങ്ങൾ, അതുപോലെ ഉൽപ്പന്നങ്ങളും ഒക്കെ തയ്യാറാക്കാൻ AI കൊണ്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ, അതുപോലെ ഡിജിറ്റൽ അസിസ്റ്റൻറ്റുകൾ, ഉദാഹരണത്തിന് അലക്സ, സിരി,
അതുപോലെ ഗൂഗിൾ മാപ്പ്, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, അവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, വലിയ ഡാറ്റാ ശേഖരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പരിശോധിച്ച് കൃത്യമായ വിവരങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ ഇത് സഹായിക്കുന്നു. മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം, രോഗനിർണയം, ശസ്ത്രക്രിയകൾ, പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തം എന്നിവയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് സാധിക്കുന്നു. 2023 ഏപ്രിലിൽ ഗോൾഡ്മാൻ സാച്ചസ് എന്ന കമ്പനി പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത്, ജനറേറ്റീവ് നിർമ്മിത ബുദ്ധി വരുന്ന 10 വർഷത്തിനകം ആഗോള GDP-യെ 7% വരെ വർദ്ധിപ്പിക്കും എന്നാണ്. അടുത്തിടെ MIT വിദഗ്ധർ കണ്ടെത്തിയത് നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളുടെ AI ടൂൾസ് പ്രയോഗത്താൽ ഉൽപ്പാദനം 14% കണ്ടു വർദ്ധിച്ചുവെന്നു. അതുപോലെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ വിത്തുകളുടെ ജീനുകളിൽ മാറ്റം വരുത്തി രോഗപ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദനം നൽകുന്ന വിത്തിനങ്ങൾ, ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നും കണ്ടെത്തി. അതുപോലെ തൊഴിൽ മേഖലയിലും പ്രതീക്ഷകളും നൽകുന്നുണ്ട്. അതായത് AI അധിഷ്ഠിതമായിട്ടുള്ള പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആമസോൺ പോലുള്ള വൻകിട കമ്പനികൾ AI മേഖലയിൽ വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. അതിനാൽ സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി പുതിയ നൈപുണ്യങ്ങൾ, സ്കിൽസ് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ധാരാളം നേട്ടങ്ങൾ AI കൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. AI കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. ചുരുക്കത്തിൽ ഓരോ ജോലിക്കും, ഇപ്പോൾ ഡോക്ടർ ജോലിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ഡയഗ്നോസ് ചെയ്ത് ഇന്ന രോഗമാണെന്ന് കണ്ടെത്താൻ AIയുടെ സഹായം കൂടുതൽ ഫലപ്രദമാകും. അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് AI ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. അതുപോലെ ഓരോ മേഖലയിലും ഈ അധ്യാപകർക്കും അവരുടേതായിട്ട് ജോലി റീപ്ലേസ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമില്ലാത്ത, ഹ്യൂമൻ പ്രസൻസ് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള ജോലികളും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഗുണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ ദോഷവശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദോഷങ്ങൾ പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ബാധിക്കുന്നത് തൊഴിലിടങ്ങളെയാണ്. അതായത് നിലനിൽക്കുന്ന വളരെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായും ജോലിയിൽ തുടരാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് പ്രധാനമായിട്ട് IT മേഖലയിലൊക്കെ ഉള്ളത്. അതുപോലെ സാമൂഹികമായിട്ടും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വ്യക്തിഗത വിവരങ്ങളുടെ അനധികൃതമായിട്ടുള്ള സമ്പാദനം, അതിൻ്റെ മിസ്യൂസൊക്കെ കാരണം അതിൻ്റെ വിനാശകരമായിട്ടുള്ള വിനിയോഗം കണക്കിലെടുത്ത് 2023 മാർച്ചിൽ ഇറ്റലി ChatGPT-യെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട US-ലെ ഒരു സാങ്കേതിക റിപ്പോർട്ട് പ്രകാരം അവിടെയുള്ള 85%-ലധികം പേർ ജോലി ചെയ്യുന്നത് പുതിയ ദശകങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ജോലിയിലാണ്. ഇതാകട്ടെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമാണ്. AIയുടെ ഈ രംഗത്തേക്കുള്ള കുതിച്ചുചാട്ടം അവിടുത്തെ തൊഴിൽ മേഖലയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. ഏത് മേഖലയിലായാലും ഓട്ടോമേഷൻ ജോലി സാധ്യതകൾ കുറയ്ക്കുകയും ജോലി ചെയ്യുന്നവരുടെ വേതനത്തിൽ കുറവ് വരുത്തുകയും സാമൂഹിക സുരക്ഷിത മേഖലകളിൽ ഈ കുറവുകൾ ഗണ്യമായി പ്രകടമാവുകയും ചെയ്യും എന്നത് നമ്മുടെ മുൻകാല അനുഭവങ്ങളാണ്. തൊഴിൽ നഷ്ടപ്പെടുന്ന വലിയ ആശങ്ക നമ്മുടെ ഈ IT മേഖലയിൽ, പ്രധാനമായിട്ട് IT മേഖല, ഇപ്പോൾ വൈറ്റ് കോളർ ജോലികൾ ആണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത് എങ്കിലും സാധാരണക്കാരെ പോലും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർലെസ് ആയിട്ടുള്ള കാറുകൾ, ഡ്രൈവർമാരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് പല രീതിയിൽ ലക്ഷക്കണക്കിന് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളുകളെയും ബാധിക്കുന്നുണ്ട്. താഴെക്കിടയിൽ മുതൽ വലിയവരെ വരെ, മറ്റ് ഹൈ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു മാനസികമായിട്ടൊരു പരിഗണന ഉണ്ടെങ്കിൽ മാത്രമേ ജോലി നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ തന്നെ തൊഴിൽ രംഗങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സാഹചര്യം വളരെ പ്രകടമാണ്. TSC, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് 10,000 പേരെയാണ് പിരിച്ചുവിട്ടത്. IT ഏരിയയിൽ നിന്ന് 5 ലക്ഷത്തോളം പേർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. മൈക്രോസോഫ്റ്റ് 15,000 പേരെ
ഒഴിവാക്കി. അതുപോലെ UN റിപ്പോർട്ട് പറയുന്നത് 85 മില്യൺ ജോബുകൾ നഷ്ടപ്പെടും എന്നാണ് ഈ AI വരവോട് കൂടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിൽ സാധ്യതകളും വരുന്നുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോലി പുതിയ ഒരു മേഖലയായിട്ട് തസ്തികയായിട്ട് വരുന്നുണ്ട്. എങ്ങനെയൊക്കെ മറ്റു പുരോഗതി പറയുന്നുണ്ടെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒറാക്കൾ 30,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടത്. അത് കാലത്തൊരു മെയിലാണ്. ഒരു 6 മണിക്ക് അവർക്കൊരു മെയിൽ വരികയാണ്, നിങ്ങൾക്ക് വരേണ്ടതില്ല, ജോലിക്ക് വരേണ്ടതില്ല എന്നുള്ളത്. ഒരു ദിവസം ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ തൊഴിൽ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയന്ത്രണവും നിരീക്ഷണവും ഫലപ്രദമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്താം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുപോലെ ഇൻഷുറൻസ്, ആരോഗ്യം, മറ്റു മേഖലയിലും ഇതുപോലുള്ള കൺസൾട്ടൻസി സ്ഥാപനങ്ങളെ നിയോഗിച്ച് പരമാവധി മാനുഷിക വിഭവങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ തന്നെ സമീപകാലത്ത് നടന്ന സർവേകളിൽ പൊതുവായി പരാമർശിക്കപ്പെടുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആഗമനം സമൂഹത്തിൽ ആഴത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നാണ്. അതാകട്ടെ തൊഴിൽ മേഖല, സ്വകാര്യത, രാഷ്ട്രീയം, യുദ്ധരംഗം എന്നിവയിലടക്കം മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുണ്ടെന്ന് അവിടുത്തെ സർവേകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പലപ്പോഴും മറ്റു ശാസ്ത്ര സാങ്കേതിക പുരോഗതി പോലെ തന്നെ AI കൊണ്ടും അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പണ്ട് നമുക്കറിയാം, നമ്മൾ ഒരു മൊബൈൽ ഫോണ് അത് ഫോൺ ചെയ്യുക എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു. പിന്നീട് അത് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് അത് വരുന്നതിലൂടെ അത് പല രീതിയിൽ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ അത് ഉപയോഗപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ AI വരുന്നതോട് കൂടിയിട്ട് പണ്ട് ഫോട്ടോകളിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നത് മാറ്റി ഇപ്പോൾ റിയലാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കാൻ AI കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് സമൂഹത്തിൻ്റെ ഒരു മനോഗതി അനുസരിച്ച് അത് തെറ്റായ രീതിയിലേക്ക്, തെറ്റായ പ്രവണതയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് നിർമ്മിക്കുന്നവരുടെ, അത് ഉപയോഗിക്കുന്നവരുടെ മനോനില പോലെ ഇരിക്കും. നമ്മുടെ സമൂഹത്തിൽ തെറ്റായ പ്രവണത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതും മിസ്യൂസ് ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ക്യാമറ ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് ഇന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടൂ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ അതിൻ്റെ ഒരു യൂസർ മാനുവൽ ചിലപ്പോൾ തന്നിരിക്കാം. ഒരു ക്യാമറ തരുമ്പോൾ, ഒരു SLR ക്യാമറ മേടിക്കുമ്പോൾ അതിൽ ഉണ്ടാവും യൂസർ മാനുവൽ. അത് ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ, ഇത്ര സൂം ചെയ്താൽ അതിൻ്റെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയും. പക്ഷേ അത് എന്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, തെറ്റായ രീതിയിൽ തെറ്റായ വീഡിയോസ്, തെറ്റായ ഫോട്ടോസ് എടുക്കാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഈ ശാസ്ത്രത്തിൻ്റെ മേഖലയല്ല. അവിടെ എല്ലാം ഒരു മതത്തിൻ്റെ ഒരു മൂല്യം, ഒരു മൊറാലിറ്റിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യ അത് നിർമ്മിക്കുന്നവരുടെ മനോനില പോലെ ഇരിക്കും. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ അത് ഇപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം, അത് പണ്ട് കാലങ്ങളിൽ അത് അവർ കണക്കൂട്ടിയിരുന്ന, ഈ മനസ്സിൽ കണക്കൂട്ടിയിരുന്ന അല്ലെങ്കിൽ എഴുതി കണക്കൂട്ടിയിരുന്ന ആ രീതിയിൽ നിന്നൊക്കെ മാറി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു നേട്ടമാണ്. പക്ഷേ അത് മനുഷ്യൻ്റെ ആ ഒരു കഴിവിനെയാണ് പിന്നീട് ഇല്ലാതാക്കുന്നത്. അതുപോലെ സർഗാത്മകമായിട്ട് മനുഷ്യന് നന്നായിട്ട് കവിത എഴുതാനോ മറ്റ് ലേഖനങ്ങൾ എഴുതാനോ എല്ലാത്തിനും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മറ്റ് ChatGPT അതുപോലെ ജെമിനിയൊക്കെ കൊണ്ട് സാധിക്കും. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ സർഗാത്മകതയാണ്. അതുപോലെ നന്നായി പാടാനും മറ്റു രീതിയിൽ പ്രസംഗിക്കാനും ഒക്കെ ഒരുപാട് കഴിവുകൾ നമുക്ക് പറയുമ്പോൾ എല്ലാം നേട്ടങ്ങളായിട്ട് പറയണമെങ്കിലും അത് ശരിക്കും മാനുഷികമായിട്ടുള്ള അവൻ്റെ കഴിവിനെയാണ് അത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. വിദഗ്ധർ പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനും ഹ്യൂമൻ ക്ലോണിങ്ങും പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്ന ഭീഷണിയേക്കാൾ വലുതാണ് AI ഭീഷണി എന്നതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യൻ വളരെ മാനുഷികമായിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പല മേഖലയും ഇത് ബാധിക്കുമെന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അത്തരം മേഖലയെ എങ്ങനെ അതിജീവിക്കാം ഒരു കാര്യം കൂടി നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ മേഖലയിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അധ്യാപകനാണെങ്കിൽ ഏത് രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ള നമ്മളെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി വളരെ ആധുനികമായിട്ടുള്ള ഈ ടൂളുകൾ ഉപയോഗിച്ച്, AI ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാം, അതുപോലെ ഒരു അഡ്വക്കറ്റിന്, ഒരു ഡോക്ടർക്ക്, അതുപോലെ ഒരു ആർക്കിടെക്റ്റിന്,
അതുപോലെ എല്ലാ മേഖലയിലും ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ജോലിഭാരം കുറയും. സ്വാഭാവികമായിട്ടും ആളുകളുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ ഒരു അധ്യാപകന് മാക്സിമം ഒരു ക്ലാസ്സിൽ ഒരു 100 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കും, അത്രയും ഉണ്ടാവില്ല. പക്ഷേ AI ടൂള് വരുന്നതോട് കൂടിയിട്ട് ഒരു 30-40 ഒക്കെ ലക്ഷം കുട്ടികളെ ഒരേ സമയത്ത് പഠിപ്പിക്കാനും അവർക്കുള്ള മറുപടികൾ കൊടുക്കാനും അവരെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ കഴിയും എന്നുള്ളത് ഒരു വലിയൊരു നേട്ടമായി നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ജോലി മേഖലയെ, അതായത് തൊഴിൽ മേഖലയെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെയെല്ലാം വേണ്ടത് ഒരു മാനുഷികമായ പരിഗണന എല്ലാവർക്കും നൽകി എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ മനുഷ്യനൊരു സമൂഹവുമായി നിലനിൽക്കണമെങ്കിൽ ചില മൂല്യങ്ങളും തത്വങ്ങളും പാലിച്ചേ മതിയാകും. സ്വാഭാവികമായി മനുഷ്യന് ചില മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് മറ്റു ജീവികൾക്കില്ലാത്ത ഭരണഘടനയും നിയമ സംവിധാനങ്ങളും റോഡ് നിയമങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അവർക്ക് നിലനിൽക്കാൻ അവരുടേതായിട്ടുള്ള ഉപജീവനം അത് ഉറപ്പുവരുത്തേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ശാസ്ത്രീയ പുരോഗതിയെ നമ്മളെപ്പോഴും വളരെ ഉയർത്തി പറയുന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് കണ്ടതാണ്. 1945 ആഗസ്റ്റിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റം ബോംബ് സ്ഫോടനം അതുണ്ടാക്കിയത്. അതിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിന് ഒരു മൊറാലിറ്റി വേണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം കുരുടനും എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഭാഗധേയം തീർച്ചയായിട്ടും സമൂഹത്തിൽ അത് പ്രൊഡക്റ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അത് മാനുഷികമായിട്ടുള്ള എല്ലാ പരിഗണനകളും വെച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ മുന്നോട്ടുള്ള ഗമനം എന്നാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ ശാസ്ത്രത്തെ വലിയൊരു പുരോഗതിയായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് 90% ഈ മനുഷ്യന് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യപ്പെടുന്നത് മനുഷ്യന് ദോഷമാക്കുന്നത്, സമൂഹത്തിൽ വിപത്തുണ്ടാക്കുന്നത്, തെറ്റായ വാർത്തകൾ ഉണ്ടാക്കുന്നത്, തെറ്റായ വീഡിയോകൾ, പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം അത്രയ്ക്കും വളരെ റിയലാണെന്ന് തോന്നുന്ന ഈ വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇപ്പോൾ ഏത് മേഖലയല്ല, ഇപ്പോൾ ഈ സയൻസിൻ്റെ മറ്റൊരു വശമായിട്ടുള്ള കെമിസ്ട്രി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നാട്ടിൽ വരുന്ന സിന്തറ്റിക് ലഹരികൾ, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അതെല്ലാം ശാസ്ത്രത്തിൻ്റെ പുരോഗതി തന്നെയാണ്. പക്ഷേ അതെല്ലാം മാനുഷികമായിട്ട് ഈ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മൊറാലിറ്റി സമൂഹത്തിന് ആവശ്യമാണ്. എത്ര തന്നെ നമ്മൾ സാമൂഹികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഔന്നത്യങ്ങൾ നേടിയെടുത്താലും ഇത്തരം ദോഷവശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു ധാർമ്മികത നിലനിൽക്കേണ്ടതുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിനുണ്ടായ കുതിച്ചുചാട്ടത്തിന് ശേഷം ഇനി മതങ്ങളോ അതുപോലെ തത്വശാസ്ത്രങ്ങളൊന്നും ആവശ്യമല്ല, ശാസ്ത്രം അതിനൊക്കെ അതിജീവിച്ച് എന്ന് പറയുമ്പോൾ അന്ന് ഊറ്റം കൊണ്ടിരുന്ന ആളുകളെല്ലാം ഇപ്പോൾ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നല്ല കണ്ടുപിടുത്തങ്ങളെയും നല്ല പുരോഗതിയെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മാനുഷികമായിട്ടുള്ള എല്ലാ പരിഗണനകളും വേണം. അപ്പോൾ ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്ന് അത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ അതിന് ഒരു രോഗിയോട് ഏത് രീതിയിൽ സമീപനം പുലർത്തണം എന്നുള്ളതൊന്നും AI ഒരു ഭാഗമായിട്ട് വരുന്നതല്ല. അതായത് മാനുഷികമായിട്ട് ഒരു രോഗിയെ കണ്ടാൽ അവരെ നല്ല രീതിയിൽ സഹനശക്തിയോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട്, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നേരിടാനുള്ള ഒരു മാനസിക ശക്തി നൽകാൻ ഒരു ഡോക്ടർക്ക് കഴിയും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് സംബന്ധമായിട്ടുണ്ട്. സമയദൈർഘ്യം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.